ദേശവ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ 2020 നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം. ഇത് ഇന്ന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ചില നയപരമായ തീരുമാനങ്ങളാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് കേന്ദ്ര നിയമമായതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. പ്രാഥമിക വിദ്യാഭ്യാസ തലങ്ങളിൽ പല മാറ്റങ്ങളും ഇത് നിഷ്കർഷിക്കുന്നുണ്ട്. ദശാബ്ദങ്ങളായി നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നതായ ഒരു സമ്പ്രദായമാണ് 10+2+3. അതായത് 12 വർഷം സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥി സർവകലാശാല തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് 3 വർഷത്തെ കോഴ്സുകൾ കൊണ്ട് പ്രാഥമികമായ ബിരുദം ഒരു വിദ്യാർത്ഥി നേടുന്നത്. ഇതാണ് ദശാബ്ദങ്ങളായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം. എന്നാൽ അതിൽ മൗലികമായ മാറ്റങ്ങളാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് 3 വർഷ ബിരുദ കോഴ്സിന് പകരമായി ഇപ്പോൾ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുകയാണ്. ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായ ഒരു ബിരുദ യോഗ്യതയായി രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥി 3 വർഷത്തിന് ശേഷം 1 വർഷം കൂടെ പഠിച്ചാൽ മാത്രമേ അവനൊരു അടിസ്ഥാന ബിരുദം സർവകലാശാലയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇത് വലിയ ഒരു മാറ്റമാണ്. അതുകൊണ്ടാണ് ഈ +3 എന്ന് പറയുന്നത് ഇപ്പോൾ +4 എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡിഗ്രിക്ക് ഒരു പേര് മാറ്റവും ഈ നയം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓണേഴ്സ് എന്ന ഒരു പേര് കൂടി അത് ചേർത്താണ് അറിയപ്പെടുന്നത്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി അടിസ്ഥാന ബിരുദം നേടുമ്പോൾ അവന് ലഭിക്കുന്ന ബിരുദം എന്ന് പറയുന്നത് BA ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് അല്ലെങ്കിൽ BCom ഓണേഴ്സ് എന്നതാണ്. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. വിദേശ സർവകലാശാലകളിലെല്ലാം അടിസ്ഥാന ബിരുദത്തിന് 4 വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിനായി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ 3 വർഷ ബിരുദ കോഴ്സുകളുടെ അംഗീകാരം ലഭിക്കാതെ പോകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെ ഒരു പരിധി വരെ മറികടക്കുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്രം ഈ ഒരു നയം പ്രഖ്യാപിച്ചതും ഇതുപോലെ സർവകലാശാല അടിസ്ഥാന ബിരുദത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയത്. ഇതിന്റെ പ്രാരംഭ ദിശയിൽ ധാരാളം പ്രശ്നങ്ങൾ സങ്കീർണമായ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, എല്ലായിടത്തും ഇത് സ്വീകരിക്കുവാൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെയേറെ വൈമനസ്യമുണ്ട്. അത് സ്വാഭാവികമായ വൈമനസ്യമാണ്. കാരണം 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംശയങ്ങളുടെ മൂല കാരണം. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയവും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായ ഒരു സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായി പുതിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരാം. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, അതിൻ്റെ പരീക്ഷാ രീതി, അതിൻ്റെ അധ്യയന രീതി, അധ്യാപന രീതി, അതിൻ്റെ മൂല്യനിർണയം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതിനെയെല്ലാം സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ
ഒരു വിദ്യാഭ്യാസം ഫലകരമായി നടത്താനായി സാധിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2024 ജൂലൈ 1 അല്ലെങ്കിൽ ഇന്നലെയാണ് ഇത് ഔപചാരികമായി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ആരംഭിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾ അടിസ്ഥാന ബിരുദം നേടി പുറത്തിറങ്ങുന്നത് 2028 എന്ന കാര്യം നാം കാണാതെ പോകരുത്. അപ്പോൾ 2028 വരെയുള്ള 4 വർഷക്കാലം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയമായി മാത്രമല്ല അന്തർദേശീയമായി പോലും ഉണ്ടാകാൻ പോകുന്ന പരിവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ ദൂരെ കൂട്ടി കാണണം എന്നാണ് നാം കരുതേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന രീതി അനുസരിച്ച് ദേശീയ വിദ്യാഭ്യാസ നയമാണെങ്കിലും വിദ്യാഭ്യാസം ഭരണഘടന അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ചില പ്രാദേശികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ ഇപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഇന്നലെ കോളേജിൽ ചേർന്ന ഒരു വിദ്യാർത്ഥിക്ക് 3 വർഷം കഴിയുമ്പോൾ അവന് സ്വയമേവ ആ പഠനം പൂർത്തിയാക്കി പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ഇതൊരു വലിയ വിഷയമാണ്. അവൻ 3 വർഷം കഴിഞ്ഞ് സ്വയമേ ഒരു നിശ്ചിത ശതമാനം മാർക്കുമായി പുറത്തിറങ്ങുമ്പോൾ അവന് നൽകുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സാധാരണ BA, BSc, BCom ബിരുദമാണ്. അവന് BA ഓണേഴ്സ് എന്നോ BCom ഓണേഴ്സ് എന്നോ ഉള്ള ബിരുദം ലഭിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ആർക്കാണ് ഈ BA, BSc ഓണേഴ്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്? അത് വിഭാവനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷണ താല്പര്യമുള്ളവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ ഓണേഴ്സിൻ്റെതായിട്ടുള്ള പാഠ്യക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ BA ഓണേഴ്സ് 75% മാർക്കോടുകൂടി 4 വർഷത്തെ കോഴ്സ് പൂർത്തിയാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ബിരുദാനന്തര കോഴ്സിലേക്ക് പോകാതെ നേരിട്ട് PhD പോലുള്ള ഗവേഷണ ബിരുദം നേടുന്നതിനായി പോകാമെന്നുള്ളതാണ്. ഇത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. ഇതുമായി ഇപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊരുത്തപ്പെട്ടിട്ടില്ല. അധ്യാപകരുടെ ഇടയിൽ തന്നെ വളരെ ആശങ്കയും ആശയക്കുഴപ്പവുമുണ്ട്. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇടയ്ക്കിടെ ഇത് പുനഃപരിശോധിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുവരെ നാമൊക്കെ കരുതിയിരുന്ന MA MSc എന്ന് പറയുന്ന ഒരു ബിരുദം പോലും ഭാഗികമായി അപ്രസക്തമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ BA ഓണേഴ്സ് 75% മാർക്കോടുകൂടി പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥി MAക്ക് പോകാതെ തന്നെ നെറ്റ് പരീക്ഷ എഴുതിയാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇപ്പോൾ വിവാദമായിരിക്കുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാൻ അവൻ യോഗ്യനാണ്. അതിൽ അവൻ പാസ്സായി കഴിഞ്ഞാൽ അവന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് വേണ്ടി പോകേണ്ടതില്ല. അവന് നേരിട്ട് ഗവേഷണത്തിന് പോകാനുള്ള യോഗ്യത ഉണ്ട് എന്നാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിക്കുന്നത്. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇനിയും ബിരുദാനന്തര കോഴ്സുകളിലേക്ക് പോകുന്നത്? അതിനും ഉത്തരം അവർ നൽകുന്നുണ്ട്. അവർ പറയുന്നത് 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഗവേഷണത്തിന് പോകത്തക്ക യോഗ്യത ആർജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവന് 1 വർഷ ബിരുദാനന്തര കോഴ്സിന് പോകാൻ കഴിയും എന്നാണ്. അത് നയത്തിൽ പറയുന്നത് ലാറ്ററൽ എൻട്രി എന്നാണ്. അതായത് 2 വർഷം നടത്തിക്കൊണ്ടിരുന്ന ബിരുദാനന്തര കോഴ്സുകളിൽ അവന് 2ാം വർഷം പ്രവേശിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഈ നയത്തിൽ പറയുന്നത്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നാം കാണേണ്ടതായിട്ടുള്ള ഒരു വലിയ പ്രധാന പ്രശ്നം ബിരുദാനന്തര കോഴ്സുകൾ സമാന്തരമായി 2 തരത്തിൽ ഉണ്ടാകുന്നു എന്നാണ്. ഒന്നാമത് ഏകവർഷ ബിരുദാനന്തര കോഴ്സ്, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള 2 വർഷ ബിരുദാനന്തര കോഴ്സ്. ഇത് തമ്മിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കോളേജിൽ തന്നെ ഈ സമാന്തരമായി 2 ബിരുദാനന്തര കോഴ്സുകൾ നടത്തുമ്പോൾ
അധ്യാപകരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ പാഠ്യക്രമങ്ങൾ തമ്മിൽ സംഘട്ടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരീക്ഷാ രീതികൾ തന്നെ രണ്ട് രീതിയിൽ നടത്തേണ്ടതായിട്ട് വരും. മൂല്യനിർണയം രണ്ട് തരത്തിൽ നടത്തേണ്ടതായിട്ടൊക്കെ വരും. ഇതൊക്കെ ഒരു തരത്തിൽ സാങ്കേതികമായി പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഈ വാദത്തിന് ഒരു പരിധി കൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ദൂരക്കാഴ്ചയോടുകൂടെ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആലോചിക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ പല ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും ഒരു പരിഷ്കാരം വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അതിന്റെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്. ആ ഭാഗമാകുന്നതിന്റെ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത് അന്തർദേശീയ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഒരളവ് വരെ അംഗീകരിക്കാം. എന്നാൽ ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള ഒരു സമീപനം ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകണം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളെയും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാര ബോഡിയാണ് UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അംഗീകാരം കൊടുക്കുന്ന ബിരുദങ്ങൾക്ക് മാത്രമേ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരമുള്ളൂ. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും ബാധ്യസ്ഥരാണ്. ആദ്യമൊക്കെ കേരളത്തിലെ സർവകലാശാലകളിൽ അല്പം വൈമുഖ്യം കാട്ടിയെങ്കിൽ പോലും അവർ ഇന്നലെ കൊണ്ട് അവർ മനം മാറ്റി ഈ പുതിയ ധാരയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ദൂരെ കൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും ലക്ഷക്കണക്കിന് അവരുടെ രക്ഷിതാക്കളുടെയും ആകാംക്ഷയും അല്ലെങ്കിൽ അവരുടെ ആശങ്കയും അവരുടെ ഉത്കണ്ഠയും ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്യണം. അതിന് പരിഹാരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സമ്പ്രദായം വളരെ ഫലപ്രദമായി എന്ന് പറയാനാവുകയുള്ളൂ. സാവകാശമായി തന്നെ ചില പ്രശ്നങ്ങൾ കാണേണ്ടതുണ്ട്. 1-ാം വർഷം ഒരു പരീക്ഷണ ഘട്ടമാണ്. ഇപ്പോഴും ഈ കോളേജുകളിലെ പ്രവേശനം പൂർത്തിയായിട്ടില്ല. വിദ്യാർത്ഥികൾ ഇത് എങ്ങനെ സ്വീകരിക്കും എന്ന് പറയാറായിട്ടില്ല. പല കോളേജുകളിലും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആവശ്യത്തിന് വിദ്യാർത്ഥികൾ ഇല്ല എന്നും കേൾക്കുന്നുണ്ട്. കാരണം സ്വാശ്രയ കോളേജുകളിലൊക്കെ ഇത് വളരെ ഭയത്തോടു കൂടിയാണ് ഈ കോഴ്സുകളെ കാണുന്നത്. അവിടുത്തെ അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ പോരായ്മകളുണ്ട്. അതൊക്കെ നികത്തി അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അതാണ് ഇന്ന് നമ്മുടെ രാജ്യം പൊതുവെയും നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ 4 വർഷ ബിരുദ സമ്പ്രദായം നടപ്പാക്കുമ്പോൾ സർവകലാശാല രംഗം ആകമാനം സങ്കീർണമായ പ്രശ്നങ്ങളാൽ വളരെ മുഖരിതമാണ് എന്ന കാര്യവും നാം കാണേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഏതാണ്ട് 9 സർവകലാശാലകളിൽ പൂർണ്ണ സമയ വൈസ് ചാൻസലർമാർ ഇല്ല. ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിനുമൊക്കെ വൈസ് ചാൻസലർമാരുടെ സാന്നിധ്യം അനിവാര്യമാണ്. അതില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സർവകലാശാലകളുടെ വികസനത്തെയും അവിടെ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളെയും വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വശത്തേക്ക് പോകുന്നതിനപ്പുറം ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ചില ആശയപരമായ നിയമപരമായ സംഘർഷങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അത് പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ വേണ്ട രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് പോലും പൊതുജനം സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവുകയില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിനെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും
എന്ന് ആർക്കും പറയാൻ വഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലെ പാഠ്യരീതിയിൽ മറ്റും വരുത്തുന്ന പരിഷ്കാരങ്ങൾ എത്ര ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആശങ്ക വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അതോടൊപ്പം നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതി, ഇതിന് തയ്യാറാകുന്നതിൽ മുഖ്യ ഘടകം എന്ന് പറയുന്നത് അധ്യാപകരാണ്. അധ്യാപകർ ഈ സംവിധാനവുമായി പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ ആഗ്രഹിക്കുന്ന തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നതിനും ഈ സംവിധാനത്തെ വിജയിപ്പിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴും ഒരു വലിയ ചോദ്യം പൊതുസമൂഹത്തിലുണ്ട്. നിലവിലിരിക്കുന്ന അധ്യാപകർ ഈ പുതിയ സമ്പ്രദായവുമായി പൊരുത്തപ്പെടാൻ യഥാർത്ഥത്തിൽ യോഗ്യരായി തീർന്നിട്ടുണ്ടോ? അവർക്ക് ഈ പുതിയ പാഠ്യരീതിയുമായി പരിചയപ്പെടുത്താൻ സർക്കാരോ സർവകലാശാലയോ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അവരെ കൂടി ഇതിൽ സജ്ജരാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും സർവകലാശാലകൾക്കുമുണ്ട് എന്ന് ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പരമ്പരാഗതമായ അധ്യാപന രീതി സ്വീകരിച്ചവരാണ് ഇന്ന് സർവീസിലുള്ള അധ്യാപകർ എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അവരൊരു പുതിയ പരീക്ഷണത്തിന് തയ്യാറാകുമ്പോൾ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യുവാനുള്ള അന്തരീക്ഷം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ആശങ്ക ഒരളവ് വരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതോടൊപ്പം സ്വകാര്യമായ സംഭാഷണത്തിൽ ചില അധ്യാപകർക്കും ഇതിനെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസക്കുറവും ആശങ്കയും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായി അധ്യാപക സമൂഹത്തെയും ഈ പുതിയ സമ്പ്രദായവുമായി ഇണങ്ങി ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അത് റിഫ്രഷർ കോഴ്സുകൾ വഴിയാകാം, ഇൻ സർവീസ് ട്രെയിനിങ് വഴിയാകാം, സർവകലാശാലകൾക്ക് പുറത്തു നിന്നുള്ള വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുക്കുന്നതിലൂടെ, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയൊക്കെ ആകാം. അതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളാണ്. എന്തായാലും ആ ഒരു മട്ടിലേക്കും കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, അതിൻ്റെ അനിവാര്യതയുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. എങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ സമഗ്രമായി ഈ സമ്പ്രദായം ഗുണപരമായ വിദ്യാഭ്യാസം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. ആ ഗുണപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്കും ദേശീയ അന്തർദേശീയ മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കടുത്ത അഗ്നിപരീക്ഷ എന്ന് തന്നെ ആലങ്കാരികമായി പറയാം. ആ പരീക്ഷയിലൂടെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കടന്നു പോകുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ തുടക്കം മുതലുണ്ട്. അവിടെയെല്ലാം വേണ്ട രീതിയിൽ ഭരണകർത്താക്കൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ സംരംഭം പൂർണ്ണ വിജയത്തിൽ എത്തുകയുള്ളൂ എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്.